നമസ്കാരം, ഫോർസൈറ്റ് ലേണിംഗ് ആപ്പിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ജോഗ്രഫിയിൽ 3 ചാപ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തു അല്ലേ. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ നാച്ചുറൽ ഫിനോമിനാസ് എങ്ങനെ ഒക്കർ ചെയ്യുന്നു പഠിച്ചു, അല്ലെങ്കിൽ പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് പഠിച്ചു. രണ്ടാമത്തെ ചാപ്റ്റർ കാറ്റ് എങ്ങനെ ഉണ്ടാവുന്നു, കാറ്റിൻ്റെ വിവിധ തലങ്ങൾ, കാറ്റ് ഏതൊക്കെ തരത്തിലുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു. വിൻസിൻ്റെ പല ഫോംസും നമ്മൾ പഠിച്ചു അല്ലേ. മൂന്നാമത്തെ ചാപ്റ്റർ ആവട്ടെ നമ്മൾ ഇന്ത്യൻ എക്കണോമിയിലേക്ക് ചെറുതായിട്ടൊന്ന് എത്തി നോക്കി അല്ലേ. എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ്, മാനവവിഭവം എന്താണ്, അതെങ്ങനെയാണ് പ്രൊഡക്ഷനിലേക്ക് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതെങ്ങനെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് നോക്കി. ഇനി നമ്മൾ 4ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ്, അല്ലെങ്കിൽ ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ. ഈ ചാപ്റ്ററിൻ്റെ പേര് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് ഒരു മാപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മാപ്പ് ചെയ്യുക. സോ കുറച്ച് നമുക്ക് സന്തോഷിക്കാം, കാരണം വീണ്ടും നമ്മൾ കാട്, കാറ്റ്, കടൽ എന്ന് പറഞ്ഞ് നമ്മളെ പ്രകൃതിയിലേക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. വീണ്ടും നമ്മൾ എക്കണോമിക്സിൽ നിന്നാണ് ബാക്കോട്ട് നിന്ന് വന്ന് നമ്മൾ വീണ്ടും പ്രകൃതിയിലേക്ക്, ജോഗ്രഫീൻ്റെ ഏറ്റവും ബേസിക്കിലേക്ക് നമ്മൾ വീണ്ടും വന്നു. സോ ഈ ചാപ്റ്ററിൽ എന്താണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നല്ല പഠിക്കാനുള്ളത്. പ്രകൃതിയിൽ പല പല കാര്യങ്ങളുണ്ടല്ലേ. നമുക്കറിയാം മലയുണ്ട്, കാറ്റുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും, കടൽ, അങ്ങനത്തെ പല സംഭവങ്ങളും, ഫീച്ചേഴ്സ് കുറേ ഉണ്ട്, സവിശേഷതകൾ കുറേ ഉണ്ട്. ഇതൊക്കെ എവിടെയാണുള്ളത്, എവിടെയൊക്കെയാണ് ഇത് ഉള്ളത് എന്ന് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാപ്പ് വെക്കുകയാണ്. അല്ലെങ്കിൽ ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്ത് സ്ഥിതി ചെയ്യുന്നത് എന്ന് വെച്ചിട്ട് നമ്മളൊരു മാപ്പ് ചെയ്യാണ്. ആ മാപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ വായിക്കാം, അതെവിടെയാണ് എന്ന് മനസ്സിലാക്കാം എന്നുള്ളതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മാപ്പ് എന്ന് പറഞ്ഞപ്പം എന്ത് മാപ്പാന്ന് പറഞ്ഞില്ലേ. നമ്മൾ കുറേ മാപ്പ് പറഞ്ഞിട്ടുണ്ട്, വേൾഡ് മാപ്പ് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിന് വരെ മാപ്പുണ്ട്, നമ്മുടെ സ്വന്തം പഞ്ചായത്തിന് വരെ മാപ്പുണ്ട് അല്ലേ. സോ ഇത് ഏത് മാപ്പാണ്? നമ്മൾ പ്രകൃതിയിലെ ഫീച്ചേഴ്സിനെ പറ്റി, അല്ലെങ്കിൽ ഫീച്ചേഴ്സിൻ്റെ ലൊക്കേഷനെ പറ്റി പഠിക്കുന്നത് ഏത് മാപ്പാണ്? ആ മാപ്പിൻ്റെ പേരാണ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ്. ഇതാണ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ്. എന്താ ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ? ഭൂമിയുടെ ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂപ്രദേശം അല്ലേ, ഭൂപ്രകൃതി. സോ ടോപ്പോഗ്രഫിക്കൽ മാപ്പാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ മാപ്പ് ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. അല്ലെങ്കിൽ ധരാതലീയ ഭൂപടങ്ങൾ, ധരാതലീയ ഭൂപടങ്ങൾ, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇന്നിപ്പോൾ നമ്മൾ ധരാതലീയ ഭൂപടങ്ങൾ ഇതാരാ കണ്ടെത്തി, ഇതെങ്ങനെ ഇവിടെ വന്നു, എങ്ങനെയാണ് ഇതിൻ്റെ ഉത്ഭവം ഉണ്ടായത് പഠിക്കാം. ബ്രിട്ടീഷുകാരാണ് സംഭവം ഉണ്ടാക്കിയത്. ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയെ കോളനി ആക്കിയത് അറിയില്ലോ അല്ലേ. നമുക്കറിയാം, നമ്മൾ 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്, ഇൻഡിപെൻഡൻസ് ലഭിച്ചല്ലേ. അപ്പം അതിന് മുന്നേ വരെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ധാരാളം ചുങ്കങ്ങൾ എടുക്കായിരുന്നു, അല്ലെങ്കിൽ ടാക്സസ് പിടിക്കാനും, വലിയ ടാക്സസ് പിടിച്ചിട്ട് അവർ സമ്പന്നന്മാരാകുക ചെയ്യാം. സോ ബ്രിട്ടീഷുകാർ അവർ ചെയ്തത്, അവർക്ക് എല്ലാ സ്ഥലങ്ങളിലും ഈക്വലായിട്ട് എത്താൻ പറ്റിയില്ല ടാക്സസ് പിരിക്കാൻ. ചില സ്ഥലങ്ങൾ, നമ്മുടെ ഇന്ത്യ എന്നറിയാം, നമുക്ക് ഒരു സ്ഥലത്ത് ഉയരം കൂടുതലാണ്, ഒരു സ്ഥലത്ത് ഉയരം കുറവാണ്. ഞാൻ വെറും 4 സംസ്ഥാനങ്ങൾക്ക് പറയാം. ഒന്ന് ജമ്മു കാശ്മീർ പറഞ്ഞു, ഏറ്റവും വടക്ക് ദിശയിലുള്ള. ഒന്ന് കേരളം പറഞ്ഞു, രണ്ടാമത്തെ ഗുജറാത്ത് പറഞ്ഞു, പിന്നെ ഒന്ന് വെസ്റ്റ് ബംഗാൾ പറഞ്ഞു. ഈ 4 സ്ഥലത്തെയും ഭൂപ്രകൃതി, അല്ലെങ്കിൽ ഭൂപ്രദേശം, അല്ലെങ്കിൽ ടോപ്പോഗ്രഫി ഒരുപോലെയാണോ? അല്ല. ജമ്മു കാശ്മീരായ നല്ല തണുപ്പില്ലേ, നമുക്ക് ട്രിപ്പൊക്കെ അടിക്കാൻ, ബുള്ളറ്റൊക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത്. ഇപ്പം കുറച്ച് യുദ്ധമൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളം നമ്മളെ ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ. എന്താ, ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഒന്നും കൂടുതലില്ല, ഓവർ ചൂടില്ല, ഓവർ തണുപ്പില്ല, അങ്ങനെ വലിയ മഴ ഉണ്ട്, എന്നാലും വലിയ മഴയൊന്നുമില്ല. നമുക്കങ്ങനെ ദുരന്തങ്ങളൊന്നും നമുക്കങ്ങനെ എന്തില്ല വന്നിട്ടില്ല കഴിഞ്ഞ 2 വർഷത്തെ അപേക്ഷിച്ച്. ഓക്കെ, ഈ ഇനി ഗുജറാത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ തീരപ്രദേശമുള്ള ഒരു സംസ്ഥാനമാണല്ലേ ഗുജറാത്ത്. തീരപ്രദേശങ്ങൾ ധാരാളമുള്ള സംസ്ഥാനമാണ്. ഇനി വെസ്റ്റ് ബംഗാൾ നോക്കുകയാണെങ്കിലും തീരപ്രദേശങ്ങളുണ്ട്, അവിടെ കാടുകളും കൂടുതലാണ്. സോ ഈ 4 സംസ്ഥാനത്തിൻ്റെയും ടോപ്പോഗ്രഫി എൻറ്റയർലി ഡിഫറെൻ്റ് ആണല്ലേ. ഇതെല്ലാം ഒരു രാജ്യത്തിലാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. സോ ഇങ്ങനെ 4 വ്യത്യസ്ത ഭൂപ്രകൃതി ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും വ്യത്യസ്ത ഭൂപ്രകൃതി ഉള്ളത് കൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് പെട്ടെന്ന് നമുക്ക് ഈ ചുങ്കം പിടിക്കാനായില്ല, അല്ലെങ്കിൽ ടാക്സസ് പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പം ബ്രിട്ടീഷിലെ ഹെഡ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു വട്ടമായ സമ്മേളനമൊക്കെ വെച്ചിട്ട് പറയുകയാണ്, ഇതിനെന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കണം, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ബ്രിട്ടീഷ് ഹെഡ് പറഞ്ഞത്, നമുക്കൊരു മാപ്പ് ഉണ്ടാക്കാം. എവിടേക്കാണ് എന്തൊക്കെയാണുള്ളത്, പ്രകൃതി എവിടേക്കാണ് ഉയരം കൂടുതൽ, എവിടേക്കാണ് ചരിഞ്ഞിട്ട്, എവിടേക്കാണ് നീളം കൂടുതൽ എന്നൊക്കെ വെച്ചിട്ട് നമുക്കൊരു മാപ്പ് ഉണ്ടാക്കാം. ഇത് വെച്ചിട്ട് പോയാൽ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും എവിടേക്കാണ് എത്ര ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ളത് അല്ലേ. സോ ഇതാണ് ടോപ്പോഗ്രഫിക്കൽ മാപ്പിൻ്റെ ഉത്ഭവം. ഓക്കെ, സോ നമ്മൾ ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ് എന്ന ചാപ്റ്ററിലെ ടോപ്പോഗ്രഫിക്കൽ മാപ്പിനെ പറ്റിയാണ് പറയുന്നത്. ഇതൊക്കെ കുറച്ച് അടിസ്ഥാന കാര്യങ്ങളാണ് കേട്ടോ. ഇതൊന്നും എക്സാമിന് ചോദിക്കില്ല, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു അറിവിന് വേണ്ടിയിട്ട് പറഞ്ഞു തരികയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ്
എന്ന് പറയാം. എന്താണ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ്? ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ അല്ലെങ്കിൽ ധരാതലീയ ഭൂപടങ്ങളിൽ എന്തെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്ന് പറയുന്ന ഒരു മാപ്പ് ഒരു ലാർജ് സ്കെയിൽ മാപ്പാണ്. ലാർജ് സ്കെയിൽ മാപ്പ് ഇമ്പോർട്ടൻ്റ് ആണേ. ലാർജ് സ്കെയിൽ മാപ്പ് അല്ലെങ്കിൽ വലിയ തോത് മാപ്പാണ്. എന്താ വലിയ തോത് ഭൂപടം അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ തോത് കൂടുമ്പം ഗ്രാഫിൻ്റെ വലിപ്പം അല്ലെങ്കിൽ മാപ്പിൻ്റെ വലിപ്പം കൂടുന്നതൊക്കെ അല്ലേ? അതൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പറയുന്നില്ല. ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത് ചെറിയ മൈന്യൂട്ട് ഫീച്ചേഴ്സിനെ പോലും വളരെ വ്യക്തമായി കാണിക്കാൻ പറ്റുന്ന മാപ്പാണ്. ഓക്കെ, വളരെ ചെറിയ മൈന്യൂട്ട് ഫീച്ചേഴ്സ് ആണെങ്കിൽ പോലും അതിൻ്റെ വ്യക്തമായ നീളം, വീതി, ആകൃതി ഇതൊക്കെ വ്യക്തമായി കാണിക്കുന്ന മാപ്പുകളെ പറയുന്ന പേരാണ് ലാർജ് സ്കെയിൽ മാപ്പ്. ഓക്കെ, സോ നമുക്ക് ഒന്ന് മനസ്സിലായി, ടോപ്പോഗ്രഫിക്കൽ മാപ്പ് വളരെ ചെറിയ വസ്തുക്കളെ പോലും അല്ലെങ്കിൽ മൈന്യൂട്ട് ഒബ്ജക്ട്സിനെ പോലും വളരെ ക്ലിയർ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. സോ ഒന്നാമത്തെ ലാർജ് സ്കെയിൽ മാപ്പ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു അൺവേർഡായിട്ട് ചോദിച്ചിട്ടുണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് ഗ്രാഫ് ഈസ് എ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്ന് ചോദിക്കും. എന്താണ്? ലാർജ് സ്കെയിൽ മാപ്പാണ്, വലിയ തോത് ഭൂപടമാണ്. ഓക്കെ, സോ ലാർജ് സ്കെയിൽ മാപ്പാണ്. ഇനി നമുക്ക് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളത്, ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ് അല്ലേ? ഇനി ഏതൊക്കെയാണെന്ന് പറയാം. ഒന്ന് നമുക്ക് ഉറപ്പാണ്, ഇത് മാൻമെയ്ഡ് ആണോ അല്ലെങ്കിൽ നാച്ചുറൽ ആണോ എന്നുള്ള ഡൗട്ടേ ഉള്ളൂ. നാച്ചുറൽ ആണ് എന്നുള്ളത് ഉറപ്പാണ് അല്ലേ? എന്താണ് നാച്ചുറൽ ഫിനോമിനാസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, മല, കാട്, മറ്റേ വാട്ടർ ബോഡീസ്, കുളം, എന്താണ് പുഴ, ഇതൊക്കെ എന്താണ് നാച്ചുറൽ ഫിനോമിനാസ് ആണ് അല്ലേ? സോ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് കൺസിസ്റ്റ് ഓഫ് natural. Topographical map consists of natural as well as man-made features. Man-made features. എന്താ man-made features? മനുഷ്യനിർമ്മിതമായ വസ്തുക്കൾ. എന്താ? കിണറായിക്കോട്ടെ, നമ്മുടെ ഗ്രാമങ്ങളായിക്കോട്ടെ, ബിൽഡിങ്ങുകളായിക്കോട്ടെ, വീടായിക്കോട്ടെ, ഇതൊക്കെ ഏതാ? മാൻമെയ്ഡ് അല്ലേ? സോ നാച്ചുറൽ മാത്രമല്ല, മാൻമെയ്ഡ് ഫീച്ചേഴ്സും ആരിൽ കാണിക്കുന്നു? ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ കാണിക്കുന്നു. ഓക്കെ, സോ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് കൺസിസ്റ്റ് ഓഫ് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഫീച്ചേഴ്സ്. എവിടെയാ? ഓൺ ദി സർഫസ് ഓഫ് എർത്ത്. ഓൺ ദി സർഫസ് ഓഫ് എർത്ത്. എന്താ? ഭൂമിയുടെ പ്രതലത്തിലുള്ള, സർഫസിലുള്ള ഈ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഈ ഫീച്ചേഴ്സിനെ മൊത്തം എന്തിൽ കാണിക്കുന്നു? ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ വ്യക്തമായി കാണിക്കുന്നു. സോ ഞാൻ വെറും 2 പോയിന്റാണ് പറഞ്ഞത്. ഇത് എന്ത് തരത്തിലുള്ള മാപ്പാണ്, എന്ത് തോതിലുള്ള മാപ്പാണെന്ന് പറഞ്ഞു. ലാർജ് സ്കെയിൽ മാപ്പാണെന്ന് പറഞ്ഞു അല്ലേ? രണ്ടാമത്തത് ഇതിൽ എന്തോ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. രണ്ടാമതാണ് നാച്ചുറൽ ഫീച്ചേഴ്സ് പ്ലസ് മാൻമെയ്ഡ് ഫീച്ചേഴ്സും. ഓക്കെ, സോ ഒരിക്കൽ നാച്ചുറൽ എന്ന് മാത്രം പറയരുത്, മാൻമെയ്ഡും എന്നും കൂടി പറയണം. മനുഷ്യനിർമ്മിതമായ വസ്തുക്കളും എന്തിലുണ്ട്? ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ അല്ലെങ്കിൽ ധരാതലീയ മാപ്പിൽ ഉണ്ട്. ഓക്കെ, സോ ഇന്ത്യൻ്റെ ധരാതലീയ മാപ്പ് ഉണ്ടാക്കുന്നതാര്? നമുക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്ക് ഇന്ത്യ ആണല്ലോ മെയിൻ അല്ലേ? ഇന്ത്യൻ്റെ ധരാതലീയ മാപ്പ് ഉണ്ടാക്കുന്നത് ആരാണ്? നമ്മൾ ഈ പല കാര്യങ്ങൾ, നമ്മൾ സെൻസസ് ആരാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പല കാര്യങ്ങൾ, എന്താണ് ICDS, അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പം ഇത് ആരുണ്ടാക്കുക? ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ആരാണ് ഉണ്ടാക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി നമുക്ക് നോക്കണം. അത് ആരല്ലാത്ത ഒരു ഏജൻസിയാണ്, അയാളുടെ പേരാണ് സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യ. എന്താ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ? ഇത് ടോപ്പോഗ്രഫിക്കൽ മാപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. പക്ഷേ നമ്മൾ നെറ്റിലൊക്കെ അടിച്ച്, നമ്മളിപ്പോൾ എല്ലാ ഡൗട്ടും നെറ്റിലാണല്ലോ ക്ലിയർ ചെയ്യുക, ഓൺലൈനാണ് നമ്മളെല്ലാവരും. സോ നിങ്ങൾ ഇന്ത്യൻ്റെ ഓൺലൈൻ എടുത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ്റെ ടോപ്പോഗ്രഫി മാപ്പ് നിങ്ങൾ ഓൺലൈൻ ഒന്ന് അടിച്ചു നോക്കിയേ, നിങ്ങൾക്ക് ചില ഭാഗങ്ങൾ ഒരിക്കലും കിട്ടില്ല. കാരണം എന്താ അറിയോ? അത് ഇന്ത്യൻ്റെ സെക്യൂരിറ്റിനെ പ്രമാണിച്ചിട്ടാണ്. ഒരിക്കലും പ്രത്യേകിച്ച് ബോർഡറിൻ്റെ ടോപ്പോഗ്രഫിക്കൽ മാപ്പൊന്നും ഓർക്കും കൊടുക്കില്ല. കാരണം എന്താ അറിയോ? ടോപ്പോഗ്രഫിക്കൽ മാപ്പ് കിട്ടിയാൽ കറക്റ്റ് മനസ്സിലാവും എവിടെയാണ് ഉയരം, എവിടെയാണ് താഴ്ച, എവിടെയാണ് ബങ്കേഴ്സ്, സൈന്യത്തിൻ്റെ ബങ്കേഴ്സ് എവിടെയാണ്. അപ്പം കറക്റ്റ് ഇപ്പോൾ ചൈനയ്ക്കാണെങ്കിലും പാകിസ്ഥാനൊക്കെ ആണെങ്കിലും ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് വ്യക്തമായിട്ട് കിട്ടും, ഇത്ര ഉയരത്തിൽ ഇവരുണ്ട്, നമുക്ക് ഇവിടെ അറ്റാക്ക് ചെയ്യാം എന്നുള്ളത്. സോ ഈ ഒരു ഐഡിയ കൊടുക്കാണ്ടിരിക്കാനാണ് ഇന്ത്യയുടെ ടോപ്പോഗ്രഫിക്കൽ മാപ്പ്, പ്രത്യേകിച്ച് ബോർഡേഴ്സിൻ്റെ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ഒരിക്കലും പബ്ലിഷ് ചെയ്യാത്തത്. ഇപ്പോൾ എന്താണ്, പൊതു ആൾക്കാർക്കും അല്ലെങ്കിൽ മറ്റുള്ള പഠനങ്ങൾക്കൊന്നും ഇന്ത്യൻ്റെ ബോർഡർ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് നൽകിയിട്ടില്ല.
സോ നമ്മൾ ഇത്രയും കാര്യമാണ് ഒരു അടിസ്ഥാനപരമായിട്ട് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു ബേസിക് ഫാക്ട്സ് ആയിട്ട് പറയുന്നത്. ഒന്ന് ലാർജ് സ്കെയിൽ, രണ്ടാമത്തത് എന്താണ് ഉൾപ്പെട്ടിട്ടുള്ളത്, മൂന്നാമത്തത് സർവേ ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ ഏത് ഏജൻസിയാണ് നമുക്ക് ടോപ്പോഗ്രാഫി മാപ്പ് പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ടോപ്പോഗ്രാഫി മാപ്പിൻ്റെ ചില ബേസിക് ഫാക്ട്സ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തിനാ സാറേ പഠിക്കുന്നത് എന്ന് അല്ലേ. അതിൻ്റെ ഉത്തരമാണ് നമ്മൾ അടുത്ത് പറയുന്നത്. വാട്ട്സ് ദ യൂസ് ഓഫ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ്, ധരാതലീയ ഭൂപടങ്ങളുടെ ഉപയോഗം എന്ത്. ഓക്കെ, നമുക്ക് അതിലേക്ക് പോകാം. 4 യൂസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ആ 4 യൂസസും നിങ്ങൾക്ക് ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്താണെന്ന് മനസ്സിലായാൽ വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ ഓർമ്മ കിട്ടുന്ന 4 യൂസസ് ആണ്. ഓരോന്ന് പറയാം അല്ലേ. ഒന്നാമത്തെ കാര്യം, അനാലിസിസ് ഓഫ് ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ദി എർത്ത് സർഫസ്. ഇങ്ങനെ വലിയ സെൻറ്റൻസ് ഒക്കെ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, വളരെ സിമ്പിളാണ്. എന്താണ് ടോപ്പോഗ്രഫിക്കൽ മാപ്പിലുള്ളത്? നമ്മുടെ എർത്തിൻ്റെ സർഫസിലുള്ള ഫിസിക്കലും, അല്ലെ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ കാട്, മല, ഇത് സംഭവങ്ങളൊക്കെ അല്ലേ, പുഴ, അതൊക്കെ അല്ലേ, അതാണ് ഫിസിക്കൽ. പ്ലസ് കൾച്ചറൽ ഫീച്ചേഴ്സ്, സാംസ്കാരികപരമായ കാര്യങ്ങളും എന്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ ഉൾപ്പെടുന്നുണ്ട്. സോ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു സ്ഥലത്തുള്ള അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസിലുള്ള അല്ലെങ്കിൽ ഭൂമിയുടെ പ്രതലത്തിലുള്ള ഫിസിക്കൽ കാര്യങ്ങളും കൾച്ചറൽ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ, നമ്മുടെ എന്തൊക്കെ സാധനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ വസ്തുക്കളാണ്, എന്തൊക്കെ സവിശേഷതകളാണ് എർത്തിൻ്റെ സർഫസിലുള്ളത് എന്നുള്ളതും, അതേപോലെ തന്നെ സാംസ്കാരികപരമായ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അത് എന്താണ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്ന് അറിയുന്ന പോലെ തന്നെ രണ്ടാമത്തെ യൂസാണ് ഫോർ ദി മിലിറ്ററി ഓപ്പറേഷൻ ആൻഡ് ദി പ്രിപ്പറേഷൻ ഓഫ് മിലിറ്ററി മാപ്സ്. ഇത് വളരെ സിമിലർ അല്ലെങ്കിൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് അല്ലേ. എന്താ, നിങ്ങൾ ഈ യുദ്ധത്തിൻ്റെ പടങ്ങളൊക്കെ കാണാനില്ലേ, കുറേ ഉണ്ടല്ലേ, ഇപ്പോൾ മലയാളത്തിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്, കുരുക്ഷേത്ര എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പടങ്ങളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ മിലിറ്ററി വേറൊരു മിലിറ്ററിനെ അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു ടീമായിട്ടൊരു ഒരു ചർച്ചയൊക്കെ നടത്തും. എന്നിട്ട് ഇങ്ങനെ പറയും, ഒരു മാപ്പ് ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ഇവിടെ അറ്റാക്ക് ചെയ്യണം, ഇവിടെ അങ്ങോട്ട് പാറ്റണം എന്നൊക്കെ പറയും അല്ലേ. അപ്പം ഈ മാപ്പിൻ്റെ സൈഡിൽ ഒരു നമ്പറൊക്കെ ഉണ്ടാകും, ചെറിയ നമ്പർ. ഈ തൊട്ട് കാണിക്കുന്ന മാപ്പ് ഏതറിയോ, അത് ടോപ്പോഗ്രഫിക്കൽ മാപ്പാണ്. സോ മിലിറ്ററി ഓപ്പറേഷൻസിനും മിലിറ്ററി മാപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഏത് മാപ്പാണെന്ന് ചോദിച്ചാൽ അത് ടോപ്പോഗ്രഫിക്കൽ മാപ്പാണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് വളരെ സിമിലർ ആണ്. എന്താണ് നോക്കിയേ, ഇതിലും ഫിസിക്കലും കൾച്ചറലുമായിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് പഠിക്കുന്നത് ഒരു സ്ഥലത്തെ. പക്ഷേ മൂന്നാമത്തെ പോയിന്റിൽ ഒരു സ്പെസിഫിക് നീഡ് പറയുന്നുണ്ട്. എന്താ അറിയോ, എക്കണോമിക് പ്ലാനിങ്. നോക്കാം, എന്താ എക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ, നോക്കിയേ, ഞാനിപ്പോൾ ഇവിടെ കൊച്ചി എന്നുള്ളൊരു സ്ഥലം എടുത്തു, കൊച്ചി. രണ്ടാമത്തെ സ്ഥലം എടുത്ത് വളരെ ചെറിയ ഉൾനാടൻ ഗ്രാമം എടുത്ത് ഒരു മെട്രോ സിറ്റിയുമായിട്ടും അല്ലെങ്കിൽ വേറൊന്ന് ഒരു വില്ലേജ് ആയിട്ട് എടുക്കുന്നത്. മെട്രോ സിറ്റിയിൽ കൊടുക്കേണ്ട സമ്പദ് വ്യവസ്ഥയാണോ, അല്ലെങ്കിൽ മെട്രോ സിറ്റിയിൽ ഞാൻ ഒരു ഗവൺമെൻറ് കൊടുക്കേണ്ട പൈസയാണോ, അല്ലെങ്കിൽ ഗവൺമെൻറ് ചെലവഴിക്കേണ്ട പൈസയാണോ വില്ലേജ് ചെലവഴിക്കേണ്ടത്? അല്ലല്ലോ, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് അല്ലേ. ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ മെട്രോയിൽ കൂടുതൽ പൈസ ചെലവഴിക്കണം, മറ്റതിൽ എന്താണ് കമ്പാരിറ്റീവ്ലി പൈസ കുറച്ച് കൊടുത്താൽ മതി. സോ അത് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താ, അവിടെയുള്ള ബിൽഡിങ്ങുകളും അവിടെയുള്ള വസ്തുക്കളും അവിടെയുള്ള സാംസ്കാരികങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അല്ലേ. വില്ലേജിലാണെങ്കിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. സോ ഈ ഒരു ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. എന്തിന് ഡിഫറൻസ് ആണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. എന്താണ് എക്കണോമിക് ഡിഫറൻസ്, അല്ലെങ്കിൽ എക്കണോമിക് പ്ലാനിങ്ങിന് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്നത് ടോപ്പോഗ്രഫിക്കൽ മാപ്പാണ്. ഓക്കെ, സോ മൂന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. നാലാമത്തത് ഫോർ അർബൻ പ്ലാനിങ്, നഗരാസൂത്രണത്തിന് വേണ്ടിയിട്ടാണ്. എന്താ നഗരാസൂത്രണം? നമുക്കറിയാം, മൈസൂർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സിറ്റിയാണ് മൈസൂർ. അതേപോലെ തന്നെ ജയ്പൂരും പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത്. അപ്പം ഈ 2 സിറ്റീസും ആദ്യമേ പ്ലാൻ ഉണ്ടാക്കി വ്യക്തമായിട്ടാണ് ഉണ്ടാക്കിയത്. ജസ്റ്റ് ഇങ്ങനെ കാണിട്ട് കൂടിയല്ല, എല്ലാം കൂടി അങ്ങ് ചെയ്തു വിട്ടതല്ല ഇത്. നമ്മൾ വ്യക്തമായിട്ട് പ്ലാനിങ്, ഇതിലൂടെ പോയാൽ ഇവിടെ എത്തണം എന്നുള്ളൊരു വ്യക്തമായ പ്ലാനിങ് കൂടിയാണ് ഉണ്ടാക്കിയത്. ഈ മൈസൂരും അല്ലെങ്കിൽ ജയ്പൂർ പോലത്തെ പല സിറ്റീസും ഇങ്ങനെ പ്ലാൻഡ് സിറ്റീസ് കുറേ ഉണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ പ്ലാനഡ് സിറ്റീസ് ആക്കുമ്പോൾ നമുക്ക് എവിടേക്കാണ് എന്തൊക്കെയാണുള്ളതാണ് വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും അല്ലേ. സോ ഇതിന് സഹായകരമാകുന്നത് ടോപ്പോഗ്രഫിക്കൽ മാപ്പാണ്. ടോപ്പോഗ്രഫിക്കൽ മാപ്പിൻ്റെ നാലാമത്തെ യൂസാണ് ഫോർ അർബൻ പ്ലാനിങ്. ഒരുപാട് തവണ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി യൂസസ് ഓഫ് ടോപ്പോഗ്രഫിക്കൽ മാപ്സ്. 4 യൂസസ് ആണുള്ളത്. ഒന്നാമത്തത് ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ് മനസ്സിലാക്കുക, എർത്തിൻ്റെ സർഫസിലുള്ള ഭൂതല പ്രദേശങ്ങളിലുള്ള ഫിസിക്കലും അതേപോലെ തന്നെ സാംസ്കാരികപരമായ കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. രണ്ടാമത്തത് മിലിറ്ററി ഓപ്പറേഷൻസിനും മിലിറ്ററി മാപ്സിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. മൂന്നാമത്തത് ഫിസിക്കലും കൾച്ചറൽ ഫീച്ചേഴ്സ് തന്നെയാണ്, പക്ഷേ വ്യക്തമായിട്ടൊരു നീഡ് പറയുന്നുണ്ട്. ആ നീഡാണ് എക്കണോമിക് പ്ലാനിങ്.
ഓക്കെ, സമ്പദ് വ്യവസ്ഥയെ പറ്റി കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത് ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ചെയ്തുകൊള്ളുന്നത്. 4ാമത്തെ പോയിന്റ് ഫോർ അർബൻ പ്ലാനിങ് അല്ലെങ്കിൽ നഗര ആസൂത്രണത്തിന് വേണ്ടി. ഓക്കെ, ഇനി നമ്മൾ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എങ്ങനെയാണ് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളൊരു സെക്ഷനിലേക്ക് പോവുകയാണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ഇത് കാണാം അല്ലേ, ടോപ്പോഗ്രഫിക്കൽ മാപ്പ് കാണാം. അപ്പോൾ ഫസ്റ്റ് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, എന്തൊക്കെയോ സംഭവങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് അത്ര പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റില്ല, കുറച്ച് കഷ്ടപ്പാടാണ്. അതിന് സിമ്പിൾസ് പഠിക്കണം, സയൻസ് പഠിക്കണം, ചില നമ്പേഴ്സ് ഉണ്ട് അത് പഠിക്കണം, ലാറ്റിറ്റ്യൂഡ് പഠിക്കണം, ലോഞ്ചിറ്റ്യൂഡ് പഠിക്കണം. ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്താ, അക്ഷാംശം രേഖാംശം. ഇതൊക്കെ പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കറക്റ്റ് വ്യക്തമായിട്ടൊരു ടോപ്പോഗ്രഫിക്കൽ മാപ്പ് റീഡ് ചെയ്യാൻ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു ചിത്രത്തിൻ്റെ ഈ റൈറ്റ് ടോപ്പിൽ നിങ്ങൾക്ക് ഒരു നമ്പർ കാണാം അല്ലേ. ആ നമ്പറാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ആ നമ്പർ എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ, നമ്പർ എങ്ങനെയാണ് മനസ്സിലാക്കുക, അത് ഏത് സ്ഥലത്തിൻ്റെ നമ്പറാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും എല്ലാ ലോക രാജ്യങ്ങളും ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാ രാജ്യങ്ങളും കൂടി അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളും കൂടി ഒരു ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അതിനാണ് നമുക്ക് ലോകത്തിലെ എല്ലാ ഭൂപടങ്ങളും അല്ലെങ്കിൽ എല്ലാ ടോപ്പോഗ്രഫിയും എല്ലാ ഭൂപ്രദേശങ്ങളും മൊത്തമായി 2222 ടോപ്പോഗ്രഫിക്കൽ ഷീറ്റുകളിലാണ് മാറ്റി വെച്ചത്. 2222 ടോപ്പോഗ്രഫിക് ഷീറ്റുകളിലേക്കാണ് മാറ്റി വെച്ചത്. അപ്പോൾ നമുക്കറിയാം ഇതെങ്ങനെയാണ് വന്നത്. ഒരു ഫാൻസി നമ്പർ അല്ലേ, 2222. ഇതെങ്ങനെയാണ് വന്നത്, ഇത് എവിടെ വരെയൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു എർത്തിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഇവിടെ ചെയ്യാം. ഓക്കെ, നമുക്കറിയാം ഇതിൻ്റെ സെൻറ്ററിൽ കൂടി പോകുന്നത് ഏതാണ്, 0 ഡിഗ്രി അല്ലേ, അക്ഷാംശം 0 ഡിഗ്രി അക്ഷാംശം എന്ന് പറയുന്നത് ഭൂമധ്യരേഖയാണ്, ഇക്വേറ്ററാണ് അല്ലേ. ഞാൻ 60 ഡിഗ്രി മാർക്ക് ചെയ്യാറടാ, 60 ഡിഗ്രി. ഓക്കെ, ഈ ഡിഗ്രി ഏതാണ്, 60 ഡിഗ്രി. ഇതാ ഈ മാർക്ക് ചെയ്ത ഡിഗ്രി 60 ആണേ. സൗത്തിലേക്കാണ് ഞാൻ 60 ഡിഗ്രി മാർക്ക് ചെയ്തതാ ആണല്ലോ. അതേപോലെ തന്നെ നോർത്തിലേക്ക് ഞാൻ എന്ത് ചെയ്തു, 60 ഡിഗ്രി മാർക്ക് ചെയ്തതാ. നോർത്തിലേക്കും 60 ഡിഗ്രി. സോ ഭൂമിയുടെ 60 ഡിഗ്രി നോർത്തിനും 60 ഡിഗ്രി സൗത്തിനും, ഇത് 60 ഡിഗ്രി നോർത്താണ്, ഇത് 60 ഡിഗ്രി സൗത്താണ്. 60 ഡിഗ്രി വടക്ക്, 60 ഡിഗ്രി എന്താണ് തെക്ക്. ഇതിൻ്റെ ഇടയിൽ ഉള്ളത് 1800 ടോപ്പോ ഷീറ്റ്സ് ആണ്. 1800 ടോപ്പോ ഷീറ്റ്സ് അല്ലെങ്കിൽ 1800 ധരാതലീയ ഭൂപടങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്കുള്ളത് അപ്പം 60 കഴിഞ്ഞിട്ടോ, ഈ ഒരു വലിയ പോർഷൻസ് നമ്മൾ കഴിഞ്ഞു. അതിൽ 1800 ടോപ്പോ ഷീറ്റ്സ് വരെ ഉണ്ട്. ഇനി 60 മുതൽ 88 ഡിഗ്രി വരെ, മൊത്തം നമുക്ക് 90 ഡിഗ്രി അല്ലേ ഉള്ളത്. ഇതിൻ്റെ ഏറ്റവും മാറ്റഭാഗം എന്താണ്, 90 ഡിഗ്രിയാണ്. ഇതിൻ്റെ താഴെ ഭാഗം എന്താണ്, 90 ഡിഗ്രിയാണ്. സോ 60 മുതൽ 88 ഡിഗ്രി വരെ, ഇതാ 88 എന്ന് പറയുമ്പോൾ ഈ ഒരു റീജിയൻ വരും അല്ലേ. ഇതാ ഞാനിത് അങ്ങനെ മാർക്ക് ചെയ്തു. ഇവിടെ ആണെങ്കിലും ഇതാ ഈ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് 60 to 88 ആണ്. 88 ഡിഗ്രി, ഇതാ ഈ ഒരു റീജിയൻ 88 ഡിഗ്രി. 60 മുതൽ 88 ഡിഗ്രി വരെ, 60 മുതൽ ഞാനിവിടെ നിന്ന് മാർക്ക് ചെയ്യാണ്, 60 ഡിഗ്രി നോർത്ത് മുതൽ 60 ഡിഗ്രി സൗത്ത് വരെ ഉള്ളത് 1800. 60 ഡിഗ്രി മുതൽ 88 ഡിഗ്രി വരെ 420 ടോപ്പോ ഷീറ്റ്സ് ആണുള്ളത്. ഈ ഭാഗത്തെ എത്ര ടോപ്പോ ഷീറ്റ്സ് ഉണ്ട്, 420 ടോപ്പോ ഷീറ്റ്സ് ആണുള്ളത്. ഓക്കെ, കഴിഞ്ഞോ, ഭൂമി മൊത്തം കഴിഞ്ഞോ? ഇല്ല, 2 പോൾസ് ഉണ്ട്, 2 ധ്രുവങ്ങളുണ്ടല്ലേ ഇനി പറയാൻ. ഇതാ നോർത്ത് പോളും സൗത്ത് പോളും, ഇതാ ഈ ഭാഗം നോർത്ത് പോളും സൗത്ത് പോളും അല്ലേ. ഈ 2 ഡിഗ്രി ഉണ്ടല്ലോ, ഇതാ ഇവിടെ ഒരു ഡിഗ്രി ഉണ്ട്, ഇവിടെ ഒരു ഡിഗ്രി ഉണ്ട് അല്ലേ. അപ്പം ഈ 2 ഡിഗ്രിക്ക് അല്ലെങ്കിൽ പോൾസ് അല്ല, നമുക്ക് എന്താ പറയാം, പോൾസ് എന്ന് പറയാം. എത്ര ഷീറ്റ് ഉണ്ട്, 2 ഷീറ്റ്. ഓരോ പോളിനും എത്ര ഷീറ്റാണ്, ഓരോ ഷീറ്റ് വീതം. അപ്പോൾ 2 പോളാണ് നമുക്കുള്ളത്, 2 ഷീറ്റ്. ഇത് മൊത്തം ഒന്ന് കൂട്ടി നോക്കിയേ, 1800ഉം 400ഉം എത്രയാ, 2200. 2200ഉം 20 2220 പ്ലസ് 2 2222. സോ ലോകത്തിൽ മൊത്തം
2222 ടോപ്പോ ഷീറ്റ്സ് ആണ് ഉള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ഈ ഒരു കണക്ക് വ്യക്തമായിട്ട് പഠിക്കണം. 60 to 60 എത്രയാണ്? 1800. 60 to 88 420. 2 പോൾസിന് ഓരോന്ന് വീതം, ഇപ്പോൾ 2 എണ്ണം. സോ 1800 420 2 ഇതെല്ലാം കൂടി കൂട്ടിയാൽ 2222 മാപ്പ് കിട്ടും. ഓക്കെ ആണല്ലോ. സോ നമുക്ക് എത്ര മാപ്പ് അല്ലെങ്കിൽ എത്ര ടോപ്പോ ഷീറ്റ്സ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ഇന്ത്യ ടോപ്പോ ഷീറ്റ്സിലുള്ള കാര്യമാണ് അല്ലേ. ഇന്ത്യ ടോപ്പോ ഷീറ്റ്സിലുള്ള ഒരു രാജ്യമാണ്. ഇന്ത്യ ഏത് സീരീസിലാണ് വരുന്നത്? ഇന്ത്യ ഏത് സീരീസിലാണെങ്കിൽ ഏത് ഭാഗത്ത് അല്ലെങ്കിൽ ഏത് ശ്രേണിയിലാണ് വരുന്നത് എന്ന് നോക്കാം. ഒന്നുമില്ല, അത് വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇന്ത്യ ആൻഡ് അഡ്ജസൻറ്റ് കൺട്രീസ്. എന്താ? ഇന്ത്യയും അതിൻ്റെ തൊട്ട് അയൽ രാജ്യങ്ങളും ഉൾപ്പെടുന്ന ഒരു സീരീസിലാണ് ഉള്ളത്. ഇന്ത്യ ആൻഡ് അഡ്ജസൻറ്റ് കൺട്രീസ്, ഇന്ത്യയും തൊട്ട് അയൽ രാജ്യങ്ങളും ഉൾപ്പെടുന്ന ഒരു സീരീസിലാണ് നമുക്ക് എന്ത് ചെയ്ത് ഇന്ത്യ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ റൈറ്റ് ടോപ്പ് ഞാനൊരു നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. റൈറ്റ് ടോപ്പിൽ ഞാനൊരു നമ്പർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നമ്പർ ഏകദേശം ഇങ്ങനെയാണ് കാണിച്ചത്. 45D/10 എന്നാണ് പറഞ്ഞത് അല്ലേ. 45D/10. നേരത്തെ കാണിച്ച ടോപ്പോഗ്രഫിക്കൽ മാപ്പ് രാജസ്ഥാൻ, ഗുജറാത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിൻ്റെ ടോപ്പോഗ്രഫിക്കൽ മാപ്പാണ്. അതിൻ്റെ നമ്പറാണ് 45D/10. നിങ്ങൾക്കിനി പഠിക്കാനുള്ളത്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നമ്പർ തരും. ഇങ്ങനൊരു നമ്പർ തന്നിട്ട് ഇത് എവിടെ ഉള്ള സ്ഥലമാണ്, എവിടെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തത് എന്ന് വ്യക്തമായിട്ട് കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ മാർക്ക് ചെയ്യുന്ന രീതിയാണ് ഇത് ഇവിടെ ഉള്ള നമ്പർ സിസ്റ്റം. ഈ നമ്പർ ഇവിടെ 3 അക്കങ്ങളുണ്ട് അല്ലെങ്കിൽ 3 ഒരു കാറ്റഗറി ഉണ്ട്. ഇതാ, ഒന്ന് ഈ കാറ്റഗറിയാണ്. ഇതൊരു ടൈപ്പ് ഓഫ് നമ്പേഴ്സാണ്. ഇത് വേറൊരു ടൈപ്പ് ഓഫ് നമ്പറാണ്. ഇത് വേറൊരു ടൈപ്പ് ഓഫ് നമ്പർ. സോ നമുക്ക് 3 ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സാണ് പഠിക്കാനുള്ളത്. 3 ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ്. അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് നമുക്ക് അടുത്ത സെക്ഷനിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പം നമ്മൾ ഇന്നെടുത്ത കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിക്കാൻ നോക്കുക. എന്താണ് നമ്മൾ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്താണെന്ന് പറഞ്ഞു, അതിൽ കൺസിസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ എന്തെന്ന് പറഞ്ഞു, ഇന്ത്യയിൽ നടത്തുന്ന കാര്യം എന്തെന്ന് പറഞ്ഞു, ഇന്ത്യയിൽ ആരാണിത് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു, ടോപ്പോഗ്രഫിക്കൽ മാപ്പിൻ്റെ യൂസസ് പറഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗങ്ങൾ പറഞ്ഞു. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എത്ര ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു, അതിനെങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലേ. സോ നിങ്ങൾക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത ഒരു ഭാഗമാണ് മാപ്പിംഗ് എന്ന് പറയുന്നത്, ടോപ്പോഗ്രഫി എന്ന് പറയുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക. തുടക്കം പഠിച്ചു കഴിഞ്ഞാൽ ഒടുക്കം വരെ ഒരു പ്രശ്നവും ഇല്ല. സോ അടുത്ത സെക്ഷനിൽ കാണുന്നവരെ ബൈ.